പ്രവർത്തകർ വീണ്ടും സംബന്ധിക്കുന്നു. പോലീസിനെതിരെ മുദ്രാവാക്യങ്ങളുമായി പ്രവർത്തകർ കൂടിച്ചേരുകയാണ്. ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. വി ഡി സതീശൻ സംസാരിക്കുന്നതിനിടയിലാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായത്. പ്രവർത്തകർ ബാരിക്കേഡുകൾ മറച്ചിട്ടതിന് പിന്നാലെ പോലീസ് ജലവീരിക്ക് പ്രയോഗിക്കുകയായിരുന്നു. കണ്ണീർവാതക ഷെല്ലുകൾ പ്രയോഗിച്ചു. പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് കല്ലേറുണ്ടായി. തടിക്കഷ്ണങ്ങൾ വലിച്ചെറിഞ്ഞു. വി ഡി സതീശന് പ്രസംഗം പൂർത്തിയാക്കാൻ കഴിയില്ല. അതിനിടയിലാണ് പെട്ടെന്ന് ജലവീരിക്ക് പ്രയോഗവും ഈ കണ്ണീർവാതക ഷെൽ പ്രയോഗവും ഒക്കെ ഉണ്ടായത്. വീണ്ടും പ്രവർത്തകർ സംഘടിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ആക്ച്വലി ഈ നേതാക്കൾ അവിടെ തുടരുകയാണോ? വി ഡി സതീശൻ അടക്കമുള്ള നേതാക്കൾ തുടരുകയാണോ? ഈ പ്രവർത്തകർ വീണ്ടും സംഘടിക്കുന്നുണ്ടല്ലോ. പോലീസ് എങ്ങനെയാണ് ഇതിനെ നേരിടുന്നത്? കനകക്കുന്നിന്റെ മുൻപിൽ നിന്നായിരുന്നു ഈ മാർച്ച്. ഓഫീസിന് മുൻപിൽ ഇവിടെ ഈ പരിസരങ്ങളിൽ താമസിച്ചിരുന്ന ആണികളുള്ള കുട്ടികളെ തന്നെയാണ് പോലീസിന് നേരെ ഈ പ്രവർത്തനം വലിച്ചെറിഞ്ഞത്. നേതാക്കളെല്ലാം തന്നെ വേദിയിലായിരുന്നു. അത് ഈ ബാരിക്കേഡുകൾ തീർത്ത സ്ഥലത്ത് നിന്ന് കുറച്ച് അകലെയാണ് ഈ വേദി തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിൽ സുധാകരൻ പ്രസംഗിക്കുന്നതിനിടെ പ്രതീക്ഷിതമായി ഈ പ്രവർത്തകർ പോലീസിന് നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ എന്തായാലും വീണ്ടും സംഘർഷാവസ്ഥ തന്നെയാണ്. പ്രവർത്തകർ വീണ്ടും പോലീസിന് നേരെ സംഘടിച്ച് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. ഈ വലിയ അക്രമ സംഭവം ഉണ്ടായപ്പോൾ ഈ സംഘർഷാവസ്ഥ ഉണ്ടായ സാഹചര്യത്തിൽ പ്രസംഗം അവസാനിപ്പിക്കുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. നേതാക്കളെല്ലാം തിരിഞ്ഞു പോയിരിക്കുന്നു. വീണ്ടും ഇവിടെ പ്രവർത്തകർ മാത്രമായി ഗോബാക്ക് വീണ്ടുമായി പോലീസിന്റെ നേരെ വീണ്ടും സംഘടിച്ച് മുന്നോട്ട് വരികയാണ്. DGP ഓഫീസിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചാണ് ഇപ്പോൾ സംഘർഷത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അസാധാരണമായ രീതിയിൽ പ്രമുഖ നേതാക്കൾ സംസാരിക്കുന്ന വേദിക്ക് സമീപത്ത് തന്നെ കണ്ണീർവാതക പ്രയോഗം ഉണ്ടാവുകയാണ്. ആദ്യം കെ സുധാകരൻ സംസാരിച്ചു. മാർച്ച് ഉദ്ഘാടനം ചെയ്ത് അദ്ദേഹം പ്രഖ്യാപിച്ചതിന് പിന്നാലെ വി ഡി സതീശൻ സംസാരിച്ച് തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴാണ് ജലവീരിക്ക് പ്രയോഗം ഉണ്ടായത്. സൈഡിൽ തന്നെ ബാരിക്കേഡുകൾ തീർത്ത് കടന്നിരുന്നത്. ബാരിക്കേഡുകൾ മറിച്ചതാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ നടപടി. അത് പോലീസ് ജലവീരിക്ക് പ്രയോഗിക്കുന്നു. ഉടൻ തന്നെ കണ്ണീർവാതക ഷെല്ലുകൾ പ്രയോഗിക്കുന്നു. അങ്ങനെ വല്ലാത്തൊരു സംഘർഷാവസ്ഥയിലേക്ക് പെട്ടെന്ന് ഞൊടിയിടയിൽ കാര്യങ്ങൾ മാറിമറിയുകയായിരുന്നു. പ്രവർത്തകർ ഇപ്പോൾ വീണ്ടും സംഘടിക്കുന്നുണ്ട്. പോലീസിനെതിരെ മുദ്രാവാക്യങ്ങളുമായിട്ടാണ് പ്രവർത്തകർ തടിച്ചുകൂടുന്നത്. നേതാക്കളൊക്കെ തന്നെ അവിടെ തുടരുകയാണോ എന്ന് വ്യക്തമല്ല. ആദ്യം പ്രവർത്തകർ വല്ലാതെ ചിതറിപ്പോയിരുന്നു. ഈ കണ്ണീർവാതക ഷെല്ലും ജലവീരിക്ക് പ്രയോഗം ഉണ്ടായപ്പോൾ പെട്ടെന്ന് പ്രവർത്തകർ പിൻവലിഞ്ഞു. വീണ്ടും ഇതാ പ്രവർത്തകർ സംഘടിച്ചെത്തുന്നു. ബാരിക്കേഡിന്റെ സമീപത്തേക്ക് പ്രവർത്തകർ എത്തുകയാണ്.